അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തെ പറ്റിയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വർഷം രഹസ്യമായി പ്രബോധനം നടത്തുകയും പിന്നീട് പ്രബോധനം പരസ്യമാക്കുകയും ചെയ്തു എന്നത് നമ്മൾ കഴിഞ്ഞ പ്രബോധനം ജനങ്ങളിലേക്ക് എന്നുള്ളൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യ പ്രബോധനത്തിനുള്ള ആദ്യ കൽപ്പന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നത് സൂറത്ത് ശുആറയിലൂടെയാണ്. അതായത് ഒരു ആയത്തുണ്ട്, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുകയും ചെയ്യുക. ഈ ഒരു അധ്യായത്തിന്റെ അവതരണത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജീവിത കഥയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ആരംഭം മുതൽ ഇസ്രായേലരുടെ കൂടെയുള്ള പലായനം, അതുപോലെ തന്നെ ഫിർഔന്റെ മർദ്ദനങ്ങളിൽ നിന്നുള്ള മോചനം, ഇതെല്ലാം ഈ ഒരു സൂറത്തിൽ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും അഭിമുഖീകരിക്കാനുള്ള പ്രയാസങ്ങളും മർദ്ദനങ്ങളും എന്തായിരിക്കുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ സൂറത്തിലൂടെ. രണ്ടാമതൊരു സംഗതി എന്നാൽ പ്രവാചകന്മാരെ നിഷേധിച്ച, അതായത് നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ജനത, അതുപോലെ തന്നെ ആദ് സമുദായം, സമൂദ് ഗോത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ലൂത്ത് നബി അലൈഹി സ്വലാം, ഇവരുടെ ഐക്യത്തുകാർ അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചു. എന്നിട്ട് അവരുടെ ദുരന്തം എങ്ങനെയാണെന്ന് അല്ലാഹു ഈ സൂറത്തിലൂടെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ച അവരുടെ അന്ത്യസമയം എങ്ങനെയായിരിക്കുന്നു, അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വിജയം എങ്ങനെയായിരിക്കുന്നു അള്ളാഹു നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ഈ സൂറത്തിലൂടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ഹാഷിം കുടുംബത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരോടൊപ്പം തന്നെ മുത്തലിബ് ബിൻ അബ്ദു മനാഫ് കുടുംബത്തിലെ ചില ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവരെല്ലാം ഒരു സമയത്ത് കൂടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ അബൂ ലഹബ് അവിടെ നിന്നും എഴുന്നേറ്റ് പറഞ്ഞു, ഇവരെല്ലാം നിന്റെ പിതൃവ്യ പുത്രന്മാരുമാണ്. ഇവരുമായിട്ട് സംസാരിക്കുക, നിന്റെ പൊതുവിശ്വാസങ്ങളെ വർജിക്കുക. നീ ഒരു കാര്യം അറിയുക, നിന്റെ ജനതയ്ക്ക് അറബികളെ മൊത്തം നേരിടാൻ കഴിയില്ല. നിന്നെ പിടിച്ചുകെട്ടാൻ ഏറ്റവും അർഹതയുള്ളത് എനിക്കാണ്. അപ്പോൾ നിനക്ക് നിന്റെ പിതൃ കുടുംബം തന്നെ മതിയാവും. നീ ഇപ്പോഴുള്ള അവസ്ഥ തുടരുകയാണെങ്കിൽ ഖുറൈശ് ഗോത്രങ്ങൾ നിന്റെ നേരെ ചാടി വീഴും. അറബികൾ അവരെ സഹായിക്കുകയും ചെയ്യും. നിന്റെ കുടുംബത്തിനെതിരെ നീ ഈ കൊണ്ടുവന്നത് പോലെ മോശമായത് കൊണ്ടുവന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നും സംസാരിക്കാനാവാതെ അവിടെ നിന്നുപോയി. അതായത് അബൂ ലഹബ് ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു. പിന്നെ മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഇവരെ ഒന്നിച്ചു വിളിക്കുകയും എന്നിട്ട് ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുകയും ചെയ്തു. ആ ഒരു സന്ദർഭത്തിൽ അവിടെ അബൂ താലിബ് ഉണ്ടായിരുന്നു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രബോധനം തുടരാൻ വേണ്ടി പറയുകയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിക്കുവോളം സംരക്ഷിക്കുകയും ചെയ്യുന്നത് അവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അബൂ താലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മതം കൈയൊഴിയില്ല എന്ന് അവിടെ പരസ്യമായിട്ട് പ്രഖ്യാപനം ചെയ്തു. അതായത് അബ്ദുൽ മുത്തലിബിൻ്റെ മതം കൈയൊഴിയില്ല എന്ന് അവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇത് കേട്ടിട്ട് അബൂ ലഹബ് അവിടെ പ്രതികരിച്ചു. അതായത് അബൂ താലിബ് പറഞ്ഞതിന് അബൂ ലഹബ് പ്രതികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ചു കെട്ടാൻ വേണ്ടി അവിടെ അബൂ താലിബ് പ്രഖ്യാപിച്ചു. പക്ഷെ അബൂ താലിബ് അതിന് സമ്മതിച്ചില്ല. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിക്കുവോളം സംരക്ഷിക്കുമെന്ന് വീണ്ടും അവിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ അബൂ താലിബിൻ്റെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായി. ഇനി സഫ മലയിൽ വെച്ച് നടന്ന സംഭവത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. അതായത് അബൂ താലിബിൻ്റെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, സഫ മലയിൽ കയറി അതിൻ്റെ നെറുകയിൽ കയറി പ്രഖ്യാപിച്ചു, ഓ സ്വബാഹ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട എല്ലാവരും അവിടെ എത്തിച്ചേരുകയാണ്. വരാൻ കഴിയാത്തവർ എന്ത് ചെയ്തു, അവരുടെ പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ബുഖാരി ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുകയും ചെയ്യുക എന്നത് സൂറത്ത് ശുആറയുടെ ഒരു ആയത്തിനെ അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ മലയിൽ കയറുകയും കുന്നിൻ്റെ മുകളിൽ കയറി കയറി പറഞ്ഞു, ഹേ ഫിഹർ ഗോത്രക്കാരെ, ഹേ അദീ ഗോത്രക്കാരെ,
അതായത് 2 ഖുറൈശ് ഗോത്രത്തിൽ പെട്ട ശാഖകളാണ്. ഇവരെ വിളിച്ചു. ഉടനെ തന്നെ അവരെല്ലാം അവിടെ എത്തിച്ചേരുകയാണ്. എത്തിച്ചേരാൻ കഴിയാത്തവർ എന്ത് ചെയ്തു? പ്രതിനിധികളെ അയക്കുകയും ചെയ്തു. അബൂലഹബും അവിടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ താഴ്വരയിൽ ഒരു സജ്ജരായ സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ അവർ മറുപടി നൽകി, അതെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറഞ്ഞതായിട്ട് ഈ ഖുറൈശ് ഗോത്രക്കാർക്ക് അറിയില്ല, അതായത് അവർക്കറിയില്ല. അപ്പോൾ അവരത് വിശ്വസിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പറ്റി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഒരു സമയത്ത് അബൂലഹബ് പറഞ്ഞു, നിനക്കെന്നെന്നും നാശം, ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു ചേർത്തതെന്ന് അവിടെ പറഞ്ഞു. ഈ ഒരു അബൂലഹബിന്റെ സംസാരത്തിലൂടെയാണ് ഈ സൂറത്ത് മസദ്, അതായത് തബ്ബത് യദാ അബീ ലഹബി വതബ്, അബൂലഹബിന്റെ 2 കൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു എന്ന അധ്യായം അവതരിക്കുന്നത്. അപ്പോൾ ഇത് മുസ്ലിം അബൂ ഹുറൈറയിൽ നിന്ന് ഈ കഥയുടെ മറ്റൊരു ഭാഗം ഉദ്ധരിക്കുന്നത്, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുകയും ചെയ്യുക എന്ന സൂക്തം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായും പ്രത്യേകമായും ഓരോരുത്തരെയും വിളിച്ചു. ഖുറൈശി സമൂഹമേ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. കാബ് ഗോത്രമേ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. മുഹമ്മദിന്റെ പുത്രി ഫാത്തിമ, നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് രക്ഷിക്കുക. അള്ളാഹു ആണ്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അധീനപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. പക്ഷെ നിങ്ങളുമായി എനിക്ക് കുടുംബബന്ധമുണ്ട്. ഞാൻ തെളിനീര് ഒഴിച്ച് പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ അള്ളാഹുവിൽ നിന്ന് അടുത്ത കൽപ്പന വന്നു. അതായത് അതിനാൽ നീ അള്ളാഹിന്റെ കൽപ്പന എങ്ങനെയാണ് വന്നത്? അതിനാൽ നീ കൽപ്പിക്കപ്പെട്ടതെന്തോ അത് ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു കൊള്ളുക, ബഹുദൈവവാദികളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുക. ഈ ഒരു അധ്യായം അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ ആരാധികൾക്കെതിരെ ശക്തിയായി പോരാട്ടം തുടങ്ങുകയാണ്. വിഗ്രഹങ്ങളുടെ നിജസ്ഥിതി ഉദാഹരണങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുപോലെ തന്നെ അള്ളാഹുവിന് പുറമേ അല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ അവർ വഴിപിഴവിലാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കാബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് തന്നെ അള്ളാഹുവെ ആരാധിച്ചുകൊണ്ട് പരസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം നിർവഹിച്ചു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ പ്രബോധനത്തിന് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതോടെ ഓരോരുത്തരായി ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വന്നു ചേരാൻ തുടങ്ങി. അതായത് ഇസ്ലാമിലെ അംഗങ്ങൾ ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഇത് ഖുറൈശികളെ വളരെയധികം അസ്വസ്ഥരാക്കി. മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും അവർക്കിടയിൽ ശക്തമായ വിദ്വേഷവും കോപവും അന്ന് വന്ന് നിലവിൽ വരികയാണ്. എന്തായാലും അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.